ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണ്. ഏറെക്കാലമായി തുടർന്നു വരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്നും തീരുമാനമാകാതെ തുടരുന്നു. അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തിയ ശക്തമായ ആക്രമണ പരമ്പര ഓപ്പറേഷൻ സിന്ദൂർ, ഇപ്പോഴതാ ഇസ്രായേൽ ഗാസയ്ക്ക് പുറമെ, ലബനന് പുറമെ, യമന് പുറമെ ഇറാനിലേക്ക് കൂടി തങ്ങളുടെ ആക്രമണ പരിധി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇന്ന് പുലർച്ചെ ഇസ്രായേൽ അതിശക്തമായ ആക്രമണമാണ് ഇവയ്ക്ക് നേരെ നടത്തിയത്. 200ഓളം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അത് നടത്തിയിരിക്കുന്നത്. ഇറാനിലെ പ്രമുഖരായ സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ഡ്രോണാക്രമണങ്ങൾ, റഷ്യയെ ഞെട്ടിച്ച ഡ്രോണാക്രമണങ്ങളായിരുന്നു. അവരുടെ വ്യോമതാവളങ്ങളിൽ കിടന്ന അനവധി വിമാനങ്ങളെയാണ് നശിപ്പിച്ചത്. എന്നാൽ റഷ്യയിലും ഇപ്പോൾ ഇറാനിലും അവരുടെ പ്രതിയോഗികളായ ഉക്രൈനും ഇസ്രായേലുമൊക്കെ നടത്തിയ ഈ ആക്രമണങ്ങളിൽ പൊതുവെ പറഞ്ഞു കേട്ട ഒരു പേരുണ്ട്, ട്രോജൻ ആക്രമണം. എന്താണ് ഈ ആക്രമണങ്ങളെ നമ്മൾ ട്രോജൻ എന്ന വാക്കുമായി ഉപമിച്ചിരിക്കുന്നത്? ട്രോജൻ തന്ത്രം എന്തായിരുന്നു? അതൊരു പഴയ ചരിത്രമാണ്. ഗ്രീക്കുകാർ ഒരു സ്വതന്ത്ര നഗരമായ ട്രോയിൽ പ്രവേശിച്ച് യുദ്ധം വിജയിപ്പിക്കാൻ ഉപയോഗിച്ച തന്ത്രപരമായ ഒരു കഥയാണിത്. ഒരു ഫലവുമില്ലാതെ 10 വർഷത്തെ നീണ്ട ഉപരോധത്തിനും യുദ്ധത്തിനും ശേഷം ഗ്രീക്കുകാർ ഒരു വലിയ തടി കൊണ്ടുള്ള കുതിരയെ നിർമ്മിച്ചു. ആ വലിയ തടി കുതിരയ്ക്കുള്ളിൽ അനവധി യോദ്ധാക്കളെ ഒളിപ്പിച്ചു. അതിനുശേഷം ഗ്രീക്കുകാർ ആ കുതിരയെ അവിടെ ഉപേക്ഷിച്ച് കപ്പലിൽ സ്വന്തം നാട്ടിലേക്ക് ഇനി യുദ്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞ്, യുദ്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നതായി നടിച്ചു. അതേസമയം എന്ത് ചെയ്തു? ട്രോജന്മാർ ആ കുതിരയെ വിജയ ട്രോഫിയായി മനസ്സിലാക്കി തങ്ങളുടെ നഗരത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. അന്ന് രാത്രി ഗ്രീക്ക് സൈന്യം ആ കുതിരയ്ക്കുള്ളിൽ നിന്ന്, അകത്ത് ഒളിച്ചിരുന്ന യോദ്ധാക്കൾ ആ കുതിരയ്ക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഗ്രീക്ക് സൈന്യത്തിന് വേണ്ടി ട്രോജൻ നഗരത്തിൻ്റെ വാതിലുകൾ അകത്തുനിന്ന് തുറന്നു കൊടുത്തു. ഗ്രീക്കുകാർ ട്രോയ് നഗരത്തിൽ പ്രവേശിച്ച് നഗരത്തെ മൊത്തം നശിപ്പിച്ചു. ട്രോജൻ ഹോഴ്സ് അഥവാ ട്രോജൻ കുതിര എന്നത് ആധുനിക കാലത്ത് ഒരു ശത്രുവിനെ സംരക്ഷിച്ചിരിക്കുന്ന കോട്ടയിലേക്കോ സ്ഥലത്തേക്കോ ആ ശത്രുവിനെ ആക്രമിക്കാൻ വേണ്ടി വളരെ തന്ത്രപരമായി നുഴഞ്ഞു കയറുന്ന ഒരു ആക്രമണ രീതിയാണ്. ഇതിൻ്റെ പേരിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമും ഉണ്ട്, ഒരു വൈറസ്, ട്രോജൻ ഹോഴ്സ്, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ട്രോജൻ ഹോഴ്സ് എങ്ങനെയാണ് യുദ്ധതന്ത്രമായി വരുന്നത്? ആധുനിക കാലത്ത് റഷ്യയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയ ഉക്രൈൻ റഷ്യയുടെ 4000-5000 കിലോമീറ്ററുകൾക്കുള്ളിൽ ഈ ഡ്രോണുകളെ റോഡ് മാർഗം വാഹനങ്ങളിൽ എത്തിച്ച് വ്യോമത്താവളങ്ങൾക്കും മറ്റുമൊക്കെ അതിൻ്റെയൊക്കെ സമീപത്തായി ഈ വാഹനങ്ങളെ പാർക്ക് ചെയ്യുകയും അതിനുശേഷം ആക്രമണം നടത്തേണ്ട സമയമാകുമ്പോൾ ഈ ഡ്രോണുകൾ ആ വാഹനങ്ങളിൽ നിന്ന് പറന്നുയർന്ന് തൊട്ടടുത്തുള്ള വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്യുന്ന വളരെ ബുദ്ധിപരമായ ഒരു രീതിയാണ് ഈ ട്രോജൻ മോഡൽ ആക്രമണമായി ഇപ്പോൾ ഈ ആധുനിക കാലത്ത് നമ്മൾ കണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ സ്വന്തം ഭൂഭാഗത്തിൽ നിന്നുകൊണ്ട് ഉയർന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള ലക്ഷ്യത്തിലേക്ക് ചെന്ന് ആക്രമണം നടത്തുക എന്നൊരു രീതി അവലംബിക്കുമ്പോൾ അതിർത്തികളിൽ വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾ വെച്ച് കാത്തിരുന്നിട്ട് ഒരു ഫലവുമില്ല എന്നാണ് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എല്ലാം അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ആധുനിക കാലത്തെ പല സൈനിക ശക്തികളെയും ഞെട്ടിപ്പിക്കുന്ന ഒരു ആക്രമണമായി മാറിയത് അതുകൊണ്ടാണ്. പലരും തങ്ങളുടെ ഈ പ്രതിരോധ രീതികളിൽ ഒരു പുനർവിചിന്തനം നടത്താൻ ഒരു പുനർവിചിന്തനം നടത്താൻ കാരണമായ ഒരു ആക്രമണമായിരുന്നു ഈ ഉക്രൈൻ റഷ്യയിൽ നടത്തിയ ഈ ആക്രമണം. ഇപ്പോൾ ഇറാനിൽ ഇസ്രായേലിന് ആക്രമണവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. കാരണം ഡ്രോണുകളും അതുപോലത്തെ ആയുധങ്ങളുമൊക്കെ ശത്രു രാജ്യത്തിലേക്ക് ഒളിപ്പിച്ച് കടത്തിയിട്ട് അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ചറവറ ആക്രമിക്കുന്ന രീതി. കാരണം ഇറാനിൽ ഇന്ന് നടത്തിയ ഈ ആക്രമണത്തിന് വർഷങ്ങളായി ഇസ്രായേൽ പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ടെഹ്റാന് സമീപത്തായി അവർ ഒരു രഹസ്യ ഡ്രോൺ ബേസ് പോലും സ്ഥാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. മൊസാദാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രം. അതുപോലെ പ്രിസിഷൻ ആയുധങ്ങളും ഡ്രോണുകളുമൊക്കെ അവർ വൻതോതിൽ ഇറാനിലേക്ക് ഒളിപ്പിച്ചു കടത്തി.
അതുപോലെ കമാൻഡോകൾ വേഷം മാറി ഇറാനിലെത്തി. ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങളൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഇറാൻ്റെ ഇൻ്റലിജൻസ് വൃത്തങ്ങളിൽ നിന്നൊക്കെ ഈ പദ്ധതികൾ ഒളിപ്പിച്ചു വെക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ആയുധങ്ങൾ നിറച്ച വാഹനങ്ങളും ഇറാനിലേക്ക് എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. രാത്രിയിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട ഡ്രോണുകൾ അവരുടെ വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളെയൊക്കെ നശിപ്പിച്ചു. ഈ വ്യോമ പ്രതിരോധ ശേഷികൾ അലങ്കോലമായപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾക്ക് അവിടെ ചെന്ന് വളരെ ഈസി ആയിട്ട് ആക്രമണം നടത്താനുള്ള സാഹചര്യം ഒരുങ്ങുകയായിരുന്നു ചെയ്തത്. ആധുനിക കാലത്തെ യുദ്ധങ്ങൾക്ക് വളരെ ബുദ്ധിപരമായി പ്രാചീനകാല യുദ്ധങ്ങളിൽ നിന്നുള്ള തന്ത്രങ്ങളെ കടമെടുക്കുന്നത് ഈ കഴിഞ്ഞ 2 സംഭവങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ലോകത്തിലെ വൻശക്തി രാഷ്ട്രങ്ങളെല്ലാം ഇനി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. തങ്ങളുടെ ശത്രുക്കൾ ഇതുപോലെ ആയുധങ്ങൾ രാജ്യത്തിലേക്ക് ഒളിപ്പിച്ച് കടത്തി ലക്ഷ്യങ്ങളുടെ തൊട്ടടുത്തൊക്കെ കൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്തോ അല്ലെങ്കിൽ അതിൻ്റെ അല്പം അകലെയായിട്ടൊക്കെ പാർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ആക്രമണം അഴിച്ചുവിടുന്ന രീതി, അതിന് ഒരിക്കലും വ്യോമ പ്രതിരോധ സിസ്റ്റങ്ങൾ കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ വശം.